അങ്ങനെ നമ്മുടെ രേവതി പൈസയ്ക്ക് എന്താ ചെയ്യാന്ന് അറിയാതെ ഇങ്ങനെ വല്ലാതെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സച്ചി പറയുന്നുണ്ട് നമ്മുടെ അച്ഛമ്മോട് ചോദിക്കാന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രേവതി പറയുന്നുണ്ട് വേണ്ട സച്ചിയേട്ടാ, അച്ഛമ്മോടൊന്നും ചോദിക്കണ്ട, ഞാൻ അമ്മോട് പറഞ്ഞത് എൻ്റെ പൈസ കൊണ്ട് മാത്രമേ ഞാൻ ഇനി ബിസിനസ് ചെയ്യൂ എന്നല്ലേ പറഞ്ഞ്, അതുകൊണ്ട് ഞാൻ എന്താ വെച്ചാൽ ചെയ്യുക, എന്തെങ്കിലും ഒരു വഴി ദൈവം സഹായിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ രേവതി നേരെ വിളിക്കുന്നത് നമ്മുടെ ദേവുവിനെയാണ്. ദേവുവിനോട് കുറേ സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട്, എന്താ ചെയ്യാന്ന് അറിയില്ല മോളെ പൈസയ്ക്ക് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ദേവു പറയുന്നുണ്ട് ചേച്ചി വിഷമിക്കേണ്ട, ഞാൻ ഇവിടെ അടുത്തൊരു ഫിനാൻസ് ഉണ്ട് അവിടെ പോയി അന്വേഷിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അത് അന്വേഷിക്കാൻ പോണ സമയത്ത് നമ്മുടെ അരുൺ വരുന്നുണ്ട്, പോലീസ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ദേവു എങ്ങടാ പോകണമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ദേവു പറയുന്നുണ്ട് ഞാൻ ഇവിടെ അടുത്തൊരു ഫിനാൻസ് ഉണ്ട് അവിടെ പോയിട്ട് കുറച്ച് പൈസ കിട്ടുമോ നോക്കട്ടെ, എനിക്ക് അത്യാവശ്യം ഉണ്ടെന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ അരുൺ പറയുന്നുണ്ട് നീ എവിടെയും പോയി പൈസയ്ക്ക് വേണ്ടി കഷ്ടപ്പെടേണ്ട, എൻ്റെ അടുത്തുണ്ട് പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അരുൺ കൊടുക്കുന്നുണ്ട് പൈസ. നമ്മുടെ രേവതിക്കാണെങ്കിൽ ദേവു വിളിച്ച് പറയുന്നുണ്ട് ചേച്ചി പൈസ റെഡി ആയിട്ടുണ്ട് വന്ന് വാങ്ങിക്കോളൂ എന്ന് പറയുന്നത്. രേവതിക്കാണെങ്കിൽ വലിയ സന്തോഷമാണ്, ദേവുവിനെ കെട്ടിപ്പിടിക്കണൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ആ പൈസയും കൊണ്ട് നമ്മുടെ രേവതി പോകുന്നുണ്ട്. വീട്ടിലേക്ക് പോയിട്ട് നമ്മുടെ സച്ചിയേട്ടനോട് പറയുന്നുണ്ട് സച്ചിയേട്ടാ പൈസ കിട്ടി എന്ന് പറയുന്നത്, ഞാൻ എത്രയും പെട്ടെന്ന് പൂക്കടയിൽ പോയി അഡ്വാൻസ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. നമ്മുടെ രവിയോടും പറഞ്ഞിട്ട് യാത്ര പറഞ്ഞ് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ വേഗം ഹേമയ്ക്ക് വിളിച്ച് പറയുന്നുണ്ട് അവൾ ഒരിക്കലും ആ ബിസിനസ് തുടങ്ങാൻ പാടില്ല, അവൾ അത് നശിപ്പിക്കണം, അവൾ ഒരിക്കലും ആ ഡെക്കറേഷൻ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഹേമ പറയുന്നത് അത് വേണ്ട പോലെ ഞാൻ ചെയ്തോളാം എന്ന് വിചാരിച്ചിട്ട് ഹേമ കുറേ ഗുണ്ടകളെ പറഞ്ഞയച്ചിട്ട് നമ്മുടെ രേവതിയുടെ കയ്യിൽ നിന്ന് ആ പൈസ തട്ടിപ്പറിച്ചിട്ട് രേവതിയെ ഉന്തി വിട്ടിട്ട് പോകുന്നുണ്ട്. അവർ ആ പൈസയും കൊണ്ട് ബൈക്കിൽ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ നമ്മുടെ അച്ചമ്മ ഉണ്ടോ വിടണു, നമ്മുടെ അച്ചമ്മ വരുന്നുണ്ട്. എന്തായാലും അച്ചമ്മ ആ പൈസ ആ ഗുണ്ടകളിൽ നിന്ന് തട്ടിപ്പറിച്ചിട്ട് വീണ്ടും നമ്മുടെ രേവതിക്ക് പൈസ കൊടുത്ത് രേവതി എന്തായാലും ആ ബിസിനസ്സിൽ വിജയിച്ചിരിക്കും. നമുക്ക് ചന്ദ്രയ്ക്കും ഹേമയ്ക്കും ഒക്കെ ഇത് വലിയൊരു അടിയാവും. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.